ഈ വീഡിയോയിൽ ന്യായ സിലജിസം എന്ന ടോപ്പിക്കാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. സോ ലോജിക്കൽ റീസണിങ് എന്ന മൊഡ്യൂളിൽ നമ്മൾ ഇന്ത്യൻ ലോജിക് എന്ന ടോപ്പിക്കിന് അണ്ടറിലാണ് ന്യായ സിലജിസം എന്നുള്ളൊരു ടോപ്പിക് അല്ലെങ്കിൽ അങ്ങനെ ഒരു ഏരിയ നമുക്ക് കവർ ചെയ്യാനായിട്ടുള്ളത്. സോ വളരെ റീസെൻ്റ്ലി നടന്ന ജൂൺ 2024 ക്യാൻസൽ ചെയ്ത എക്സാമിൽ നമുക്ക് ന്യായ സിലജിസത്തിനെ ബേസ് ചെയ്തുകൊണ്ട് 2 ക്വസ്റ്റ്യൻസ്, അതായത് 2 ഷിഫ്റ്റിലായിട്ട് 2 ക്വസ്റ്റ്യൻസ് ചോദിച്ചിരുന്നു. ഓൾറെഡി നമ്മൾ ആ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഒരു അനാലിസിസ് ഒക്കെ ചെയ്തിരുന്നതാണ്. അപ്പോൾ ആ സമയത്ത് നമ്മൾ ഈ 2 ക്വസ്റ്റ്യൻസും ഒന്ന് എക്സ്പ്ലോർ ചെയ്യാനായിട്ട് ശ്രമിച്ചിരുന്നു. അപ്പോൾ ആ ക്വസ്റ്റ്യനെ ബേസ് ചെയ്തുകൊണ്ട് ഈ ന്യായ സിലജിസം എന്താണ്, അതിനകത്ത് പ്രധാനമായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കോൺസെപ്റ്റ്സ് എന്തൊക്കെയാണ് എന്നുള്ളത് നമുക്കൊന്ന് എക്സ്പ്ലോർ ചെയ്യാം. അതിനോടൊപ്പം തന്നെ അതിന് മുമ്പുള്ള ചില എക്സാംസിൽ ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു സാമ്പിൾ ക്വസ്റ്റ്യനും കൂടി നമ്മളൊന്ന് എക്സ്പ്ലോർ ചെയ്യുന്നുണ്ട്. അപ്പോൾ വളരെ റീസെൻ്റ്ലി നടന്ന എക്സാമിൽ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് അനലൈസ് ചെയ്ത ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ട 2 ക്വസ്റ്റ്യൻസ് ഒന്നുകൂടെ നമുക്കൊന്ന് ഗോ ത്രൂ ചെയ്യാം. സോ ഒരു ക്വസ്റ്റ്യൻ എന്തായിരുന്നു? വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഇസ് കറക്റ്റ്? ആൻഡ് വി ഹാവ് ദി ഓപ്ഷൻസ്. ന്യായ സിലജിസം ഹാസ് 3 prepositions. ന്യായ സിലജിസം ഹാസ് 5 terms. ന്യായ സിലജിസം ഹാസ് 5 prepositions. ന്യായ സിലജിസം ഹാസ് 3 prepositions and 3 terms. ഇതായിരുന്നു ഒരു ചോദ്യം. മറ്റൊരു ക്വസ്റ്റ്യൻ നമ്മൾ അതേ അനാലിസിസിന്റെ ഭാഗമായിട്ട് മറ്റൊരു ഷിഫ്റ്റിൽ നമ്മൾ കണ്ടിരുന്നു. അതിങ്ങനെയായിരുന്നു: വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ആർ കറക്റ്റ് ആസ് പെർ ക്ലാസിക്കൽ ഇന്ത്യൻ സ്കൂൾ ഓഫ് ലോജിക് ഓർ ന്യായ? And we have the options. Nyaya syllogism has 3 prepositions. Nyaya syllogism has 5 prepositions. Nyaya syllogism has 3 terms. Nyaya syllogism has 5 terms, and we have various options given here as well. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കിയാൽ അറിയാം 2 പ്രധാനപ്പെട്ട ആസ്പെക്ട്സ് ആണ് ഈ 2 ക്വസ്റ്റ്യൻസിലും അവർ ഫോക്കസ് ചെയ്തിരിക്കുന്നത്. ഒന്നാമത്തെ എന്താ, 2 ചോദ്യത്തിൽ നമ്മൾ കാണുന്ന ഒരു പ്രധാനപ്പെട്ട ആശയം എന്ന് പറയുന്നത് പ്രപ്പോസിഷൻസ് ആണ്, അല്ലേ? രണ്ടാമത്തെ കാര്യം ടേംസ്, നമ്പർ ഓഫ് ടേംസ് ആൻഡ് നമ്പർ ഓഫ് പ്രപ്പോസിഷൻസ്. അതാണ് ഈ 2 ചോദ്യത്തിലും എക്സ്പ്ലോർ ചെയ്തതായിട്ട് നമ്മൾ കാണുന്നത്. അപ്പോൾ ന്യായ സിലജിസത്തെ കുറിച്ച് പഠിക്കുമ്പോൾ അതിനകത്ത് എത്ര ടേംസ് ഉണ്ട് അല്ലെങ്കിൽ എത്ര പ്രപ്പോസിഷൻസ് ഉണ്ട് എന്നുള്ള രീതിയിലൊരു അണ്ടർസ്റ്റാൻഡിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതോടൊപ്പം തന്നെ ഏതൊക്കെയാണ് ഈ ടേംസ്, ഏതൊക്കെയാണ് ഈ പ്രപ്പോസിഷൻസ്, അപ്പോൾ അതുകൂടി ഒന്ന് മനസ്സിലാക്കുന്നത് ജനറലി ഇതിൽ നിന്ന് വരുന്ന ചോദ്യങ്ങൾ ആൻസർ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പോൾ അതായിരിക്കും നമ്മുടെ ഈ ഒരു പെർട്ടിക്കുലർ സെഷനിൽ നമ്മൾ എക്സ്പ്ലോർ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ജനറലി ഈ സില്ലജിസം എന്ന് പറയുന്ന കോൺസെപ്റ്റ് കൊണ്ട് നമ്മൾ എന്താ ഉദ്ദേശിക്കുന്നത്? ഇവിടെ നമ്മൾ റിപ്പീറ്റഡ്ലി വായിച്ച അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ റിപ്പീറ്റഡ്ലി യൂസ് ചെയ്തിട്ടുള്ള ഒരു ടേമാണ് സില്ലജിസം എന്നുള്ളത്, അല്ലേ? അപ്പോൾ എന്താണ് ഈ സില്ലജിസം എന്ന് പറഞ്ഞാൽ? സില്ലജിസം ഇസ് ദ ഫോം ഓഫ് ദ ഇൻഫറൻസ് വിച്ച് കൺസിസ്റ്റ് ഓഫ് ദ 3 terms ആൻഡ് കാറ്റഗോറിക്കൽ പ്രപ്പോസിഷൻസ്. അപ്പോൾ സില്ലജിസം എന്ന് പറയുന്ന കോൺസെപ്റ്റ് കൊണ്ട് നമ്മൾ ജനറലി ഉദ്ദേശിക്കുന്നത്, നമുക്കതിനെ ഒരു ആർഗ്യുമെന്റ് എന്ന് വേണമെങ്കിൽ നമുക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ നമുക്കതിനെ പറയാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ സില്ലജിസത്തിൽ ഇതൊരു ആർഗ്യുമെന്റ് ആണെന്ന് നമ്മൾ പറഞ്ഞു. വേറിൻ അതൊരു ഇൻഫറൻസ് ആണ്, അങ്ങനെ നമുക്ക് പറയാം. ഇറ്റ്സ് എ ഫോം ഓഫ് ഇൻഫറൻസ്. ആൻഡ് അതിൽ എത്ര ടേംസ് ആണുള്ളത്? ഇറ്റ് കൺസിസ്റ്റ് ഓഫ് 3 terms. ആൻഡ് യു ഹാവ് ഗിവൻ ദ 3 terms ഹിയർ. ഏതൊക്കെയാണത്? മിഡിൽ ടേം, മൈനർ ടേം ആൻഡ് മേജർ ടേം. ആൻഡ് ഓൾസോ ഇറ്റ് കൺസിസ്റ്റ് ഓഫ് സെവറൽ പ്രപ്പോസിഷൻസ്, കാറ്റഗോറിക്കൽ പ്രപ്പോസിഷൻസ്. അതിനെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് സ്റ്റേറ്റ്മെന്റ്സ് എന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ സില്ലജിസം എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ കോമ്പിനേഷൻ ഓഫ്, അല്ലെങ്കിൽ ഇറ്റ്സ് എ ഫോം ഓഫ് ഇൻഫറൻസ് ആൻഡ് ഇറ്റ് കൺസിസ്റ്റ് ഓഫ് 3 terms ആൻഡ് ഡിഫറെൻറ്റ് പ്രപ്പോസിഷൻസ് നമ്മൾ പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഈ ന്യായ സിലജിസത്തിലെ ഈ ടേംസ് എങ്ങനെയാണ് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കുന്നത്? അപ്പോൾ ഒരു കാര്യം നമുക്ക് ഇവിടെ തന്നെ മനസ്സിലായി. ന്യായ സിലജിസം, ജനറൽ സിലജിസത്തിൽ എത്ര ടേംസ് ഉണ്ടാവുക? 3 terms ആണ് ഉണ്ടാവുക. ആ 3 terms ഏതൊക്കെയാണെന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട്, which is same for ന്യായ സിലജിസം as well. അങ്ങനെയാണെങ്കിൽ എന്തൊക്കെയാണ് ഈ ടേംസ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ എന്താണ് മിഡിൽ ടേം, എന്താണ് മൈനർ ടേം, ഓർ വാട്ട് ഈസ് മേജർ ടേം എന്നുള്ളത് നമുക്ക് നോക്കാം. സോ ഇവിടെ നിങ്ങൾക്ക് ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ദ ഹിൽ ഈസ് ഫയറി ബിക്കോസ് ദ ഹിൽ ഈസ് സ്മോക്കി. അപ്പോൾ ഇതൊരു ഇൻഫറൻസ് ആണ്, അല്ലെങ്കിൽ ഒരു സിലജിസം, അല്ലെങ്കിൽ ബേസിക്കലി ഒരു ആർഗ്യുമെന്റിന്റെ ഒരു എക്സാമ്പിൾ ആയിട്ട് നമുക്ക് ഇതിനെ എടുക്കാം. അപ്പോൾ ഇതിനെ ബേസ് ചെയ്തുകൊണ്ട് നമ്മൾ എന്തൊക്കെയാണ് ഈ 3 terms എന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് ശ്രമിക്കുകയാണ്. സോ ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താ? ദ ഹിൽ ഈസ് ഫയറി ബിക്കോസ് ദ ഹിൽ ഈസ് സ്മോക്കി. നമ്മൾ പറയുന്നത് എന്താ? ഹിൽ ഫയറിയാണ്. ഈ ഹില്ലിൽ ഫയർ ഉണ്ട്. അതിന് കാരണം എന്താ? ബിക്കോസ് ആ ഹില്ലിൽ നിന്ന് സ്മോക്ക് വരുന്നത് നമ്മൾ കാണുന്നു. അപ്പോൾ സ്മോക്ക് വരുന്നത് കണ്ടിട്ട് നമ്മൾ എന്ത് പറയാണ്? ഹില്ലിൽ ഫയർ ഉണ്ടെന്ന് പറയാണ്. സോ ഇതൊരു ഒരു ആർഗ്യുമെന്റ് ആയിട്ട് വേണമെങ്കിൽ നമുക്ക് എടുക്കാം, അല്ലേ? അല്ലെങ്കിൽ ഈ ഒരു പെർട്ടിക്കുലർ റീസൺ കൊണ്ട് നമ്മൾ ഇൻഫർ ചെയ്യുന്ന ഒരു കൺക്ലൂഷൻ ആണ് ദ ഹിൽ ഈസ് ഫയറി എന്നുള്ളത്. അപ്പോൾ ഇതിനകത്ത് നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ പ്രധാനമായിട്ട് 3 terms ആണ് നമുക്ക് ഇതിനകത്ത് കാണാനായിട്ട് സാധിക്കുന്നത്. ഏതൊക്കെയാ ടേംസ്? ഹിൽ ഒരു ടേം ആണ്, ഫയറി എന്നുള്ളതൊരു ടേമാണ്, ഫയർ എന്ന് പറയുന്നൊരു ടേം നമുക്ക് ഇവിടെ ഉണ്ട്. ആൻഡ് ഓൾസോ സ്മോക്ക്, അല്ലെ? സ്മോക്കി ഓർ സ്മോക്ക് എന്ന് പറയുന്നൊരു ടേം നമുക്ക് ഇവിടെ ഉണ്ട്. അപ്പോൾ 3 terms ആണ് ഈ പെർട്ടിക്കുലർ ഒരു ഇൻഫറൻസിൽ അല്ലെങ്കിൽ ഈ ഒരു പെർട്ടിക്കുലർ ആർഗ്യുമെന്റിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഇതിനെ ഓരോന്നിനും നമ്മൾ സ്പെസിഫിക്കലി എടുക്കാനായിട്ട് പോവാം. അപ്പോൾ അങ്ങനെ ഓരോന്നിനെ എടുക്കുമ്പോൾ നമുക്ക് ഈ ഓരോ ടേം എന്താണെന്നുള്ളൊരു ഐഡിയ, അല്ലെങ്കിൽ അങ്ങനെ ഒരു ഓവറോൾ അണ്ടർസ്റ്റാൻഡിങ് നമുക്ക് ഉണ്ടാവും. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കി, നമ്മുടെ കൺക്ലൂഷൻ എന്താ? ഇപ്പം നമ്മൾ പറഞ്ഞു, നമ്മൾ ലെറ്റ്സ് നിങ്ങളൊരു സ്ഥലത്തൂടെ നടന്നു പോകുന്ന സമയത്ത് ഓൾ ഓഫ് എ സഡൻ
സഡൻ ഒരു സ്ഥലത്ത് നിന്ന് പുക വരുന്നത് കണ്ടാൽ സഡൻലി നമ്മൾ എന്ത് പറയും? ഓക്കെ, അവിടെ ഫയർ ഉണ്ട്, അവിടെ തീ പിടിച്ചു, അല്ലെങ്കിൽ അവിടെ തീ ഉണ്ടെന്ന് നമ്മൾ പറയും. അപ്പോൾ ഇവിടെ നമ്മൾ കൺക്ലൂഡ് ചെയ്യുകയാണ് എന്ത്? അവിടെ ഫയർ ഉണ്ടെന്ന്. എന്തിൻ്റെ ബേസിസിലാണ്, എന്ത് കാരണം കൊണ്ടാണ് നമ്മൾ അവിടെ ഫയർ ഉണ്ടെന്ന് പറയുന്നത്? ബിക്കോസ് ഓഫ് ദി സ്മോക്ക്, റൈറ്റ്? അപ്പോൾ അങ്ങനെ നമ്മളുടെ ഒരു ഇൻഫറൻസിലേക്ക് നമ്മളെ ലീഡ് ചെയ്യുന്ന കാരണം അല്ലെങ്കിൽ റീസൺ, അതിനെയാണ് നമ്മൾ മിഡിൽ ടേം എന്ന് വിളിക്കുക. അപ്പോൾ ഈ കേസിൽ അത് ഏതാണ്? ദാറ്റ് ഇസ് സ്മോക്ക്, അല്ലെ? സ്മോക്ക് കണ്ടതുകൊണ്ടാണ് അവിടെ ഫയർ ഉണ്ടെന്ന് നമ്മൾ ഇൻഫർ ചെയ്യുന്നത്. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ കാരണം, ദാറ്റ് റീസൺ ദാറ്റ് ലീഡ്സ് യു ടു എ കൺക്ലൂഷൻ ക്യാൻ ബി ടേംഡ് ആസ് ദ മിഡിൽ ടേം. അപ്പോൾ അതാണ് ഇവിടെ സ്മോക്ക് എന്ന് നമുക്ക് പറയാം. ഇനി ഈ സ്മോക്ക് കണ്ടപ്പോൾ അതിൽ നിന്ന് നമ്മൾ ഇൻഫർ ചെയ്തെടുക്കുന്ന ക്യാരക്ടർ എന്താണ്, അല്ലെങ്കിൽ ഇൻഫർ ചെയ്യുന്ന നമ്മുടെ കൺക്ലൂഷൻ എന്താണ്? ദ പ്രസൻസ് ഓഫ് ഫയർ. അപ്പോൾ നമ്മൾ ആ ഇൻഫർ ചെയ്യുന്ന ക്യാരക്ടറിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് മേജർ ടേം. ഓക്കെ, മേജർ ടേം. അപ്പോൾ ഇതിനൊക്കെ ഓൾട്ടർനേറ്റീവ് ആയിട്ട് ഇന്ത്യൻ ലോജിക്കൽ അല്ലെങ്കിൽ ന്യായ സിലജിസ്റ്റിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന ടേംസ് ഉണ്ട്, അതിലേക്ക് നമുക്ക് വരാം. അപ്പോൾ കാരണം എന്താണ്? അതിനെ നമ്മൾ മിഡിൽ ടേം എന്ന് വിളിക്കുമെന്ന് പറഞ്ഞു. ഇനി ആ കാരണത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഇൻഫർ ചെയ്യുന്ന ക്യാരക്ടർ, അതിനെ നമ്മൾ എന്ത് വിളിക്കും? മേജർ ടേം എന്ന് വിളിക്കും. ഇനി എവിടെയാണ് ഈ മിഡിൽ ടേം പ്രസൻറ്റ് ആയിരിക്കുന്നത്? അല്ലെങ്കിൽ വേറൊരു രീതിയിൽ പറഞ്ഞാൽ നമ്മുടെ കൺക്ലൂഷൻ്റെ സബ്ജക്റ്റ് എന്ന് വേണമെങ്കിൽ പറയും. ഇവിടെ റിമൈനിങ് ആയിട്ടുള്ള ഓപ്ഷൻ എന്താ, അല്ലെങ്കിൽ റിമൈനിങ് ആയിട്ടുള്ള ടേം എന്താ? ദാറ്റ് ഇസ് ഹിൽ. ആ ഹിൽ എന്ന് പറയുന്നത് എന്താ? ഈ കൺക്ലൂഷൻ്റെ സബ്ജക്റ്റ് ടേം ആണ്, അല്ലേ? ഇപ്പോൾ ഈ ഒരു ദ ഹിൽ ഈസ് ഫയർ എന്ന് പറഞ്ഞാൽ ഹിൽ ഇസ് എ സബ്ജക്റ്റ് ആൻഡ് ഫയർ ഈസ് എ പ്രെഡിക്കേറ്റ്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ ഒരു പെർട്ടിക്കുലർ കൺക്ലൂഷൻ്റെ സബ്ജക്റ്റ് ടേം, അല്ലെന്നുണ്ടെങ്കിൽ വേറൊരു രീതിയിൽ പറഞ്ഞാൽ നമ്മൾ ഈ മിഡിൽ ടേം എവിടെയാണോ പ്രസൻറ്റ് ആയിരിക്കുന്നത്, അല്ലെങ്കിൽ മിഡിൽ ടേം നമ്മൾ ഹില്ലിൽ കാണുകയാണ്, അല്ലേ? അപ്പോൾ എവിടെയാണോ ഈ മിഡിൽ ടേം പ്രസൻറ്റ് ആയിരിക്കുന്നത് ആ ഒരു ടേമിനെ നമുക്ക് വിളിക്കാൻ ഒരു ടേം ഉണ്ട്, ദാറ്റ് ഇസ് മൈനർ ടേം. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്കതിനെ എങ്ങനെ പറയാം? പെർസെപ്ഷൻ ഓഫ് റീസൺ. അതായത് ഈ ഒരു പെർട്ടിക്കുലർ സിനാരിയോയിൽ, അല്ലെങ്കിൽ ഈ ഒരു പെർട്ടിക്കുലർ എക്സാമ്പിളിൽ ആ കാരണം ദാറ്റ് ലീഡ്സ് യു ടു ദ കൺക്ലൂഷൻ, അതിനെയാണ് പെർസെപ്ഷൻ ഓഫ് റീസൺ. കാരണം ഇവിടെ നമ്മൾ ആ റീസൺ ആണ് പെർസീവ് ചെയ്യുന്നത്. നമ്മൾ ഫയർ അല്ല കാണുന്നത്, മറിച്ച് സ്മോക്കാണ് കാണുന്നത്. അപ്പോൾ ആ റീസൺ കാണുകയാണ്, നമ്മളത് പെർസീവ് ചെയ്തിട്ടാണ് കൺക്ലൂഷനിലേക്ക് എത്താം. സോ പെർസെപ്ഷൻ ഓഫ് റീസണെ നമ്മൾ വിളിക്കുന്ന മിഡിൽ ടേം എന്നാണെന്ന് പറഞ്ഞു, വിച്ച് ക്യാൻ ബി ടേംഡ് ആസ് ഹേതു ഇൻ ഇന്ത്യൻ ലോജിക്. ഓക്കെ, ഹേതു എന്നാണ് ആ ടേമിന് നമ്മൾ പറയുക. അപ്പോൾ ഈ ഒരു കേസിൽ അതെന്താ? സ്മോക്കാണ് ഈ ഒരു കേസിലെ ഹേതു അല്ലെങ്കിൽ മിഡിൽ ടേം എന്ന് നമുക്ക് പറയാം. ഇനി ഇൻഫറൻസ് ഓഫ് ദ എക്സിസ്റ്റൻസ് ഓഫ് എൻ അൺപെർസീവ്ഡ് ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഈ റീസൺ പെർസീവ് ചെയ്തിട്ട്, റീസൺ കണ്ടിട്ട് അതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യാണ്? ഒരു വസ്തുവിൻ്റെ, നമ്മൾ കാണാത്തൊരു കാര്യത്തിൻ്റെ എക്സിസ്റ്റൻസ് നമ്മൾ ഇൻഫർ ചെയ്യാണ്. അതായത് സ്മോക്കാണ് നമ്മൾ കാണുന്നത്, ഫയർ നമ്മൾ കണ്ടില്ല, പക്ഷെ ആ സ്മോക്ക് കണ്ട് സ്മോക്കിൽ നിന്ന് ഫയറിൻ്റെ എക്സിസ്റ്റൻസ് നമ്മൾ എന്ത് ചെയ്യാണ്? ഇൻഫർ ചെയ്യാണ്. അപ്പോൾ ആ ഇൻഫറൻസ് ഓഫ് ദ എക്സിസ്റ്റൻസ് ഓഫ് എൻ അൺപെർസീവ്ഡ് ഒബ്ജക്റ്റ്, അതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? മേജർ ടേം അഥവാ സാധ്യ എന്ന് വിളിക്കുക. ഈ കേസിൽ അതെന്താണ്? ഫയർ ആണെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു. പിന്നെ അടുത്ത ടേം എന്താ? മൂന്നാമത്തെ ടേം എന്താ? ദാറ്റ് ഇസ് മൈനർ ടേം ഓർ പക്ഷ. ഓക്കെ, പക്ഷ എന്നാണ് അതിനെ നമ്മൾ ഇന്ത്യൻ ലോജിക്കിൽ വിളിക്കാം. ദാറ്റ് ഇസ് എ സബ്ജക്റ്റ് ഓഫ് ഇൻഫറൻസ്, അല്ലെങ്കിൽ അത് ഈ ഒരു കേസിൽ ഹില്ലാണെന്നുള്ളത് നമ്മൾ ഓൾറെഡി കണ്ടതാണ്. സബ്ജക്റ്റ് ഓഫ് ദി ഇൻഫറൻസ് അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് അതിന് എന്ത് പറയാം? എവിടെയാണോ മിഡിൽ ടേം പ്രസൻറ്റ് ആയിരിക്കുന്നത് അതിനെയാണ് നമ്മൾ പക്ഷ അല്ലെങ്കിൽ മൈനർ ടേം എന്ന് വിളിക്കുന്നത്. ഇനി ഇതിനോടനുബന്ധിച്ച് തന്നെ നമുക്ക് ഓർക്കാൻ കഴിയുന്ന വേറൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കോൺസെപ്റ്റ് ഉണ്ട്. അതായത് നമ്മളൊരു അനുമാനം അല്ലെങ്കിൽ ഒരു ഇൻഫറൻസിലേക്ക് നമ്മൾ എപ്പോഴും ലീഡ് ചെയ്യുന്ന പ്രധാനപ്പെട്ട കാര്യം എന്താണ്? ഈ മേജർ ടേമും അതുപോലെ തന്നെ നമ്മളുടെ മിഡിൽ ടേമും തമ്മിലുള്ള കൺകമ്മിറ്റൻസ്, അല്ലെങ്കിൽ അത് തമ്മിലുള്ള ആ ഒരു റിലേഷൻഷിപ്പാണ് നമ്മൾ ഒരു കൺക്ലൂഷനിലേക്ക് ലീഡ് ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ എന്താ? ഇപ്പോൾ നമ്മളൊരു സ്ഥലത്ത് സ്മോക്ക് കാണുന്ന സമയത്ത് സഡൻലി നമ്മൾ പറയും അവിടെ ഫയർ ഉണ്ടെന്ന്. അപ്പോൾ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ സ്മോക്ക് കാണുമ്പോൾ തന്നെ ഫയറിൻ്റെ ഒരു പ്രസൻസ് അവിടെ നമ്മൾ ഇൻഫർ ചെയ്യുന്നത്? എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? ബിക്കോസ് നമ്മളുടെ എക്സ്പീരിയൻസ് അനുസരിച്ച് ഇതിനു മുമ്പ് അല്ലെങ്കിൽ നമ്മൾ കേട്ടിട്ടുള്ളത് കണ്ടിട്ടുള്ള സാഹചര്യങ്ങളിലൊക്കെ എവിടെയൊക്കെ സ്മോക്ക് ഉണ്ടോ അവിടെയൊക്കെ ഫയർ കണ്ടിട്ടുള്ള എക്സ്പീരിയൻസ് ആണ് നമുക്കുള്ളത്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? ദർ ഇസ് എ യൂണിവേഴ്സൽ റിലേഷൻഷിപ്പ്, അല്ലെങ്കിൽ ഇറ്റ്സ് എ യൂണിവേഴ്സൽ കൺകമ്മിറ്റൻസ്. അതായത് സ്മോക്കുള്ള എല്ലായിടത്തും എന്തുണ്ട്? ഫയർ ഉണ്ട്, റൈറ്റ്? അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ഇൻവേരിയബിൾ ആയിട്ടുള്ള കൺകമ്മിറ്റൻസ് ഒന്നുണ്ടെങ്കിൽ മറ്റതുമുണ്ട്. ആ രീതിയിലുള്ള മിഡിൽ ടേമിൻ്റെയും മേജർ ടേമിൻ്റെയും ആ ഒരു റിലേഷൻഷിപ്പാണ് ഒരു ഇൻഫറൻസിലേക്ക് നമ്മളെ ലീഡ് ചെയ്യുക. അപ്പോൾ ആ ഒരു ഇൻവേരിയബിൾ കൺകമ്മിറ്റൻസ് ബിറ്റ്വീൻ ദ മിഡിൽ ടേം ആൻഡ് ദ മേജർ ടേം ക്യാൻ ബി ടേംഡ് ആസ് വ്യാപ്തി. ഓക്കെ, അതൊരു അനദർ കോൺസെപ്റ്റ് ദാറ്റ് ഇസ് അസോസിയേറ്റഡ് വിത്ത് ഇൻഫറൻസ് എന്നുള്ളത് നമുക്ക് ഓർക്കാം. അപ്പോൾ ഇത്രയും സമയം നമ്മൾ എന്താ പറഞ്ഞുകൊണ്ടിരുന്നത്? ന്യായ സിലജിസത്തിലുള്ള അല്ലെങ്കിൽ ജനറൽ സിലജിസത്തിൻ്റെ ഒരു ഡെഫിനേഷൻ നമ്മൾ എടുക്കുമ്പോൾ അതിനകത്ത് 3 ടേംസ് ആണുള്ളതെന്ന് പറഞ്ഞു, വിച്ച് ഇസ് സെയിം ഫോർ ന്യായ സിലജിസം ഓൾസോ. അപ്പോൾ ആ ടേംസ് ഏതൊക്കെയാണെന്നുള്ളത് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തു. അപ്പോൾ അതിൻ്റെ ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ള ടേംസും നമ്മൾ
പഠിച്ചു. ഇനി നമ്മൾ ഈ ഞാൻ സിലോജിസത്തിന്റെ നമ്പർ ഓഫ് പ്രപ്പോസിഷൻസിലേക്ക് മൂവ് ചെയ്യുക. ക്വസ്റ്റിനകത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് ഫോക്കസ് ചെയ്തിരുന്നത്? 1 ടേംസ് ആയിരുന്നു, 2 പ്രപ്പോസിഷൻ, 2ന്റെ നമ്പേഴ്സ് ആയിരുന്നു ഫോക്കസ് ചെയ്തത്. നമ്പർ ഓഫ് ടേംസ് ആൻഡ് നമ്പർ ഓഫ് പ്രപ്പോസിഷൻസ്. സോ ന്യായ സിലോജിസം കൺസിസ്റ്റ് ഓഫ് 5 members or prepositions which are known as avayavas, where 4 prepositions are considered as premises and the 5th one is the conclusion. അപ്പോൾ ഇവിടെ എന്താ ഫോക്കസ് ചെയ്തിരിക്കുന്നത്? ഇവിടെ നമ്പർ ഓഫ് പ്രപ്പോസിഷൻസിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. സോ ഇതിനു മുമ്പ് നമ്മൾ ടേംസിനെ കുറിച്ച് പറഞ്ഞപ്പോൾ എത്ര ടേംസ് അതിനകത്തുള്ളതെന്ന് നമ്മൾ പറഞ്ഞത്? നമ്പർ ഓഫ് ടേംസ് എന്ന് പറഞ്ഞാൽ 3 ആണ്, നമ്പർ ഓഫ് പ്രപ്പോസിഷൻസ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 5 ആണ്. ഈ പ്രപ്പോസിഷൻസിനെ നമ്മൾ അവയവാസ് എന്ന് വിളിക്കും. പ്രപ്പോസിഷൻസ് സിംപ്ലി മീൻസ് നമുക്ക് സ്റ്റേറ്റ്മെൻറ്റുകൾ, അതായത് ഒരു കൺക്ലൂഷനിൽ നമ്മൾ ഉപയോഗിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റുകളെയാണ് നമ്മൾ പ്രപ്പോസിഷൻസ് എന്ന് വിളിക്കുന്നതെന്ന് വേണമെങ്കിൽ നമുക്ക് മനസ്സിലാവാനായിട്ട് ഓർത്തിരിക്കാം. ഈ 5 പ്രപ്പോസിഷൻസിൽ ആദ്യത്തെ 4 എണ്ണത്തെ നമ്മൾ പ്രിമൈസുകൾ എന്ന് വിളിക്കും. എന്ന് പറഞ്ഞാൽ ആ 4 സ്റ്റേറ്റ്മെൻറ്റിൽ ആ 4 പ്രപ്പോസിഷൻസിൽ നിന്നാണ് നമ്മൾ കൺക്ലൂഷനിലേക്ക് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് അത് നമ്മൾക്ക് എന്താണ്, എങ്ങനെയാണ് നമ്മൾ അതിനെ വിളിക്കുക? പ്രിമൈസസ് എന്ന് വിളിക്കും. അവസാനത്തത് നമ്മളുടെ കൺക്ലൂഷനാണ്. അപ്പോൾ ന്യായ സിലോജിസത്തിൽ 5 പ്രപ്പോസിഷൻസ് ഉണ്ട്, which are termed as അവയവാസ്. അപ്പോൾ ആ 5 പ്രപ്പോസിഷൻസിൽ ആദ്യത്തെ 4 പ്രിമൈസും അവസാനത്തെ 5ാമത്തത് നമ്മുടെ കൺക്ലൂഷനുമാണ്. ഈ 4 പ്രിമൈസുകളെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ എന്തിലേക്ക് വരിക? ഒരു കൺക്ലൂഷനിലേക്ക് വരിക. ഓക്കെ.
അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഏതൊക്കെയാണ് ആ 4 പ്രിമൈസസ് ആൻഡ് ദി 5th കൺക്ലൂഷൻ ഓർ ദ 5 ഡിഫറെൻറ്റ് പ്രപ്പോസിഷൻസ് ഇൻ ന്യായ സിലോജിസം, അതിൻ്റെ ഒരു ലിസ്റ്റാണ് നിങ്ങൾക്ക് ഇവിടെ കൊടുത്തിരിക്കുന്നത്. പ്രതിജ്ഞ, ഹേതു, ഉദാഹരൺ, ഉപനയൻ, നിഗമൻ. So these are the 5 different prepositions that are included in ന്യായ സിലോജിസം. അപ്പോൾ ഇത് ഓരോന്നും എന്താണെന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട്. പ്രതിജ്ഞ എന്ന് പറഞ്ഞാൽ എന്താ? ദ ലോജിക്കൽ സ്റ്റേറ്റ്മെന്റ് വിച്ച് ഈസ് ടു ബി പ്രൂവ്ഡ്. അതായത് നിങ്ങൾക്ക് എന്താണോ പ്രൂവ് ചെയ്യേണ്ടത് ത്രൂ ദിസ് സിലോജിസം, അതിനെയാണ് നമ്മൾ പ്രതിജ്ഞ എന്ന് പറയാം. ഹേതു ഇസ് എ റീസൺ. റീസൺ എന്ന് പറഞ്ഞാൽ എന്ത് റീസൺ ആണ്? ഇങ്ങനെ ഒരു പ്രപ്പോസിഷൻ അല്ലെങ്കിൽ ഒരു ലോജിക്കൽ സ്റ്റേറ്റ്മെന്റ് നിങ്ങൾ പ്രൂവ് ചെയ്യാനായിട്ട് ഉദ്ദേശിച്ചിട്ടുണ്ട്. ആ ഒരു ലോജിക്കൽ സ്റ്റേറ്റ്മെന്റ് നിങ്ങൾ എന്തുകൊണ്ട് പറയുന്നു, ദ റീസൺ ബിഹൈൻഡ് ദി എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് ദിസ് പെർട്ടിക്കുലർ പ്രപ്പോസിഷൻ, അതാണ് ഹേതു. ഉദാഹരണം എന്ന് പറഞ്ഞാൽ എന്താ? യൂണിവേഴ്സൽ പ്രപ്പോസിഷൻ അലോങ് വിത്ത് എൻ ഇൻസ്റ്റൻസ്. ഇവിടെ നമ്മൾ പറയുന്നത് എന്താ? ഒരു യൂണിവേഴ്സൽ ആയിട്ടുള്ള ഒരു പ്രപ്പോസിഷൻ. നമ്മൾ മുമ്പ് പറഞ്ഞല്ലോ, അതായത് ഇപ്പോൾ നമ്മൾ ആ സ്മോക്കും ഫയറും തമ്മിലുള്ള റിലേഷൻഷിപ്പിനെ കുറിച്ച് പറയാറുണ്ടല്ലോ, അല്ലെങ്കിൽ നമ്മളത് ഓൾറെഡി പറഞ്ഞു. അപ്പോൾ അതൊരു യൂണിവേഴ്സൽ ആയിട്ടുള്ള റിലേഷൻഷിപ്പ്. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യും? ഈ പറയുന്ന സ്റ്റേറ്റ്മെൻറ്റിലുള്ള മേജർ ടേമിനെയും അതുപോലെ തന്നെ മിഡിൽ ടേമിനെയും തമ്മിൽ ലിങ്ക് ചെയ്യുന്ന ഒരു യൂണിവേഴ്സൽ കൺകമിറ്റൻസിനെ കുറിച്ച് സംസാരിക്കുന്ന ഒരു പ്രപ്പോസിഷൻ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യും അലോങ് വിത്ത് എൻ ഇൻസ്റ്റൻസ്. അത് അതിൻ്റെ ഒരു എക്സാമ്പിൾ കൂടെ കൊടുക്കും. ഞാൻ ഈ എൻറ്റയർ 5 പ്രപ്പോസിഷൻസ് എന്താണെന്ന് പറഞ്ഞതിന് ശേഷം ഇതൊരു എക്സാമ്പിൾ വെച്ച് ഒന്നുകൂടി എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, then the next preposition is ഉപനായ. ഉപനായയിൽ എന്താ സംഭവിക്കുക? ഇവിടെ ഉദാഹരണം നമ്മൾ പറഞ്ഞിട്ടുള്ള യൂണിവേഴ്സൽ പ്രപ്പോസിഷനെ ഈ പ്രസന്റ് കേസിലേക്ക് നമ്മൾ അപ്ലൈ ചെയ്യുകയാണ്. ദി ആപ്ലിക്കേഷൻ ഓഫ് ദി യൂണിവേഴ്സൽ കൺകമിറ്റൻസ് ടു ദ പ്രസന്റ് കേസ്, അതാണ് ഉപനായ എന്ന് പറയുന്നത്. And finally we have നിഗമൻ or conclusion. So conclusion drawn from the preceding prepositions, that is the final preposition. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിനൊരു എക്സാമ്പിൾ വെച്ച് പറയാനാണെന്നുണ്ടെങ്കിൽ ആദ്യം പ്രതിജ്ഞ. പ്രതിജ്ഞ ഇവിടെ എന്താ കൊടുത്തിരിക്കുന്നത്? There is fire on a hill. അപ്പോൾ നമുക്ക് തെളിയിക്കേണ്ട കാര്യമാണ് പ്രതിജ്ഞ. എന്താണോ നമ്മൾ പ്രൂവ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ സ്റ്റേറ്റ്മെന്റ് ആണ് നമ്മളുടെ പ്രതിജ്ഞ എന്ന് പറയുന്നത്. ദാറ്റ് ഇസ് there is fire on a hill. ഇനി ഹേതുവാണ് രണ്ടാമത്തെ നമ്മളുടെ സ്റ്റെപ്പ് അല്ലെ. ഹേതു എന്ന് പറഞ്ഞാൽ എന്താ? എന്തുകൊണ്ട് ഹില്ലിൽ ഫയർ ഉണ്ടെന്ന് നിങ്ങൾ ഇൻഫർ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നു, അല്ലെങ്കിൽ അതിൻ്റെ പുറകിൽ അങ്ങനെ ഒരു പ്രപ്പോസിഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതിന് പുറകിലുള്ള കാരണം എന്ത്? സോ ദാറ്റ് ഇസ് രണ്ടാമത്തെ നമ്മളുടെ പ്രപ്പോസിഷൻ. ദാറ്റ് ഇസ് എന്താ? ഹേതു. ബിക്കോസ് ദർ ഇസ് സ്മോക്ക് ഓൺ ദ ഹിൽ. അപ്പോൾ അതിൻ്റെ കാരണം നമ്മൾ പറഞ്ഞു. എന്തുകൊണ്ടാണ് ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്യാനായിട്ടുള്ള കാരണം? 3 ഉദാഹരണമാണ്. യൂണിവേഴ്സൽ ആയിട്ടുള്ളൊരു ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് അലോങ് വിത്ത് എൻ ഇൻസ്റ്റൻസ്. ഇവിടെ എന്താ നമ്മൾ പറയുന്നത്? all that has smoke has fire as a kitchen. അപ്പോൾ ഇവിടെ നമ്മൾ പറയാണ് എവിടെയൊക്കെ സ്മോക്ക് ഉണ്ടോ അവിടെയൊക്കെ ഫയർ ഉണ്ടാവാറുണ്ട് ആസ് ഇൻ ദ കിച്ചൺ. അപ്പോൾ ഒരു ഇൻസ്റ്റൻസ്, ഒരു എക്സാമ്പിൾ കൂടെ നമ്മൾ അതിൻ്റെ കൂടി ആഡ് ചെയ്യുന്നു. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താ? ഉപനായാണ് അടുത്ത സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ അടുത്തൊരു പ്രപ്പോസിഷൻ. അവിടെ നമ്മൾ എന്ത് ചെയ്യും? ഈ യൂണിവേഴ്സൽ ആയിട്ടുള്ള ഉദാഹരണത്തിലെ സ്റ്റേറ്റ്മെന്റിനെ ഈ ഒരു പെർട്ടിക്കുലർ ഇൻസ്റ്റൻസിലേക്ക് നമ്മൾ എന്ത് ചെയ്യാണ്? അപ്ലൈ ചെയ്യാണ്. സോ ഓൾ ദാറ്റ് ഹാസ് സ്മോക്ക് ഹാസ് ഫയർ, ദിസ് ഹിൽ ടു ഹാസ് സ്മോക്ക്. അപ്പോൾ നമ്മൾ പറയുകയാണെങ്കിൽ എവിടെയൊക്കെ സ്മോക്ക് ഉണ്ടോ അവിടെയൊക്കെ ഫയർ ഉണ്ട്. അതാണ് നമ്മുടെ ഉദാഹരണം, യൂണിവേഴ്സൽ ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്. അതിനെ നമ്മൾ ഈ പ്രസന്റ് സിനാരിയോയിലേക്ക് അല്ലെങ്കിൽ പ്രസന്റ് കേസിലേക്ക് എന്ത് ചെയ്യാണ്? അപ്ലൈ ആണ്. ദിസ് ഹിൽ ടു ഹാസ് സ്മോക്ക്. ഇനി ഫൈനലി നമ്മൾ പറയുന്നത് എന്താ? ഫൈനൽ വൺ ഇസ് എ കൺക്ലൂഷൻ, അല്ലെങ്കിൽ നിഗമൻ എന്ന് പറയും. അതെന്താ? ദർ ഇസ് ഫയർ ഓൺ ദ ഹിൽ. അപ്പോൾ ഇതിന് മുമ്പുണ്ടായിരുന്ന ഈ 4 പ്രപ്പോസിഷൻസ് ഓർ പ്രിമൈസസിന്റെ ബേസിസിൽ അവസാനം നമ്മളൊരു നിഗമൻ അല്ലെങ്കിൽ ഒരു കൺക്ലൂഷനിലേക്ക് എത്താണ്. ദാറ്റ് ഇസ് ദർ ഇസ് ഫയർ ഓൺ ദി ഹിൽ. ഓക്കെ, അടുത്തത്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് ഒരു ഏകദേശം ഒരു ന്യായ സിലോജിസത്തിന്റെ സ്ട്രക്ചർ എന്താണെന്നുള്ളത് മനസ്സിലായി. അതിനകത്ത് വരുന്ന ഡിഫറെൻ്റ് ആയിട്ടുള്ള പ്രപ്പോസിഷൻസ് അല്ലെങ്കിൽ അതിനകത്തുള്ള ഡിഫറെൻറ്റ് ടേംസ്, ഇതൊക്കെ എത്ര എണ്ണം ഉണ്ട്. ഇപ്പോൾ നമുക്ക് മനസ്സിലായല്ലോ, ടേംസ് 3 പ്രപ്പോസിഷൻസ് 5. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായി. ഇതിനോട് കൂടെ തന്നെ ന്യായ സിലോജിസത്തിനോട് അസോസിയേറ്റ് ചെയ്ത് നിങ്ങൾക്ക് ഓർക്കാൻ സാധിക്കുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചില പോയിന്റേഴ്സ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഇതിനകത്ത് ഇൻക്ലൂഡഡ് ആണ്. അപ്പം ഒന്നാമത് എന്താ? ന്യായ സിലോജിസം ഹാസ് 5 പ്രപ്പോസിഷൻസ്. ജനറലി സിലോജിസത്തിന് 3 ടേംസ് ഉള്ളത്. അപ്പോൾ അത് ന്യായ സിലോജിസത്തിലാണെങ്കിലും അല്ലെങ്കിൽ നമ്മൾ വെസ്റ്റേൺ ലോജിക്ക് പഠിക്കുമ്പോൾ അരിസ്റ്റോട്ടലിയൻ സിലോജിസത്തിലാണെങ്കിലും ഒക്കെ ടേംസ് സിമിലർ. 3 ടേംസ് ആണ് എല്ലായിടത്തും ഉള്ളത്. പക്ഷേ ന്യായ സിലോജിസത്തിലേക്ക് വരുമ്പോൾ എത്ര പ്രപ്പോസിഷൻസ് ഉണ്ട്? 5 പ്രപ്പോസിഷൻസ് ഉണ്ട്. അടുത്തൊരു ഇമ്പോർട്ടൻറ്റ് ടേം എന്താ? ഡിഡക്റ്റീവ്, ഇൻഡക്റ്റീവ് ആൻഡ് ഫോർമൽ മെറ്റീരിയൽ. ഇൻഫറൻസ് അക്കോർഡിംഗ് ടു ന്യായ is neither from the universal to the particular nor from the particular to the universal but from the particular to the particular through the universal. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്ന പോയിന്റ് എന്താ? അപ്പോൾ നിങ്ങൾ ഇതിന് മുമ്പുള്ള എക്സാമ്പിൾ നോക്കിയാൽ നമ്മൾ എന്ത് ഈ ഡിഡക്റ്റീവ്, ഇൻഡക്റ്റീവ് എന്നൊക്കെ പറഞ്ഞാൽ, ഡിഡക്റ്റീവ് റീസണിംഗ് എന്ന് പറഞ്ഞാൽ ഒരു ജനറൽ ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റിൽ നിന്നൊരു സ്പെസിഫിക് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റിലേക്ക് നമ്മൾ മൂവ് ചെയ്യുന്നു. ആ റീസണിങ്ങിനാണ് ഡിഡക്റ്റീവ് റീസണിംഗ് എന്ന് പറയാം. ഇൻഡക്റ്റീവ് റീസണിംഗ് ആണെങ്കിലോ സ്പെസിഫിക് ആയിട്ടുള്ള ഒരു കേസിൽ നിന്ന് ജനറൽ ആയിട്ടുള്ള ഒരു കൺക്ലൂഷൻ നമുക്ക് ഡിറൈവ് ചെയ്യാനായിട്ട് സാധിക്കുന്നു. പക്ഷേ ഈ ഒരു പർട്ടിക്കുലർ ന്യായ സിലോജിസം നമ്മളൊന്ന് കൺസിഡർ ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ്, അതായത് നമ്മുടെ പ്രതിജ്ഞ എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റും അവസാനത്തെ കൺക്ലൂഷനും, ഇത് രണ്ടും എന്താണ്?
പർട്ടിക്കുലർ ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റുകൾ അല്ലെ, യൂണിവേഴ്സൽ ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റുകളല്ല. ദെയർ ഇസ് ഫയർ ഓൺ ദ ഹിൽ, ദെയർ ഇസ് ഫയർ ഓൺ ദ ഹിൽ. അപ്പോൾ ഇറ്റ്സ് വെരി പെർട്ടിക്കുലർ. സോ ഇതിൻ്റെ ഒരു റീസണിങ് എങ്ങനെയാണ് മൂവ് ചെയ്യുന്നത്? ആദ്യം നമ്മൾ പെർട്ടിക്കുലർ ആയിട്ടുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റിൽ നിന്ന് എങ്ങോട്ടേക്ക് വരിക? ഈ മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്. ഉദാഹരണം എന്ന് പറയുന്നത് എന്താ? ഒരു യൂണിവേഴ്സൽ സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ ഇറ്റ്സ് എ ജനറൽ സ്റ്റേറ്റ്മെൻറ്റ്, റൈറ്റ്? അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു സ്പെസിഫിക് ആയിട്ടുള്ള കേസിൽ നിന്ന് ഒരു ജനറൽ സ്റ്റേറ്റ്മെൻറ്റിലേക്ക് വന്ന് വീണ്ടും ആ ജനറൽ ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റിൽ നിന്ന് ഒരു സ്പെസിഫിക് ആയിട്ടുള്ള കൺക്ലൂഷനിലേക്ക് നമ്മൾ ലീഡ് ചെയ്യപ്പെടുകയാണ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഫോർമാറ്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? ഒരു പെർട്ടിക്കുലർ സ്റ്റേറ്റ്മെൻറ്റിൽ നിന്ന് മറ്റൊരു പെർട്ടിക്കുലർ കൺക്ലൂഷനിലേക്ക് മൂവ് ചെയ്യുന്നു ത്രൂ ദ യൂണിവേഴ്സൽ. അതാണ് ഇവിടെ സംഭവിക്കുന്നത്. അപ്പോൾ ഇതിനെ നമുക്ക് സ്പെസിഫിക്കലി ഡിഡക്റ്റീവ് ആർഗ്യുമെൻ്റ് എന്നോ അല്ലെങ്കിൽ ഇൻഡക്റ്റീവ് ആർഗ്യുമെൻ്റ് എന്നോ അല്ലെങ്കിൽ ഡിഡക്റ്റീവ് റീസണിങ് എന്നോ ഇൻഡക്റ്റീവ് റീസണിങ് എന്നോ ഇതിനെ എന്ത് ചെയ്യാൻ പറ്റില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും വേർതിരിക്കാൻ നമുക്ക് പറ്റില്ല. കാരണം ഇതിൻ്റെ രണ്ടിൻ്റെയും കൂടെ ഒരു കോമ്പിനേഷനാണ് ഇതിനകത്ത് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അതിനെയാണ് നമ്മൾ ഡിഡക്റ്റീവ് ഇൻഡക്റ്റീവ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഫോർമൽ മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ എന്താ? ഫോർമൽ മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ന്യായ സിലോജിസം പഠിക്കുന്ന സമയത്ത് ഇതിൻ്റെ സ്ട്രക്ചർ, ഫോം ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ഈ പറയുന്ന പ്രൊപ്പോസിഷൻസ് അല്ലെങ്കിൽ അതിൻ്റെ ടേംസ്, അത് എങ്ങനെയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്, ഈ ഒരു ഫോം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ അതിൻ്റെ ഒരു മെറ്റീരിയൽ ആസ്പെക്ട്, അതായത് ഇതിൻ്റെ ഫോം പോലെ തന്നെ എന്തും ഇമ്പോർട്ടൻ്റ് ആണ്, അതിനകത്ത് പറയുന്ന ആശയങ്ങളും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഫോമായിട്ട് നമുക്കിതിനെ അനലൈസ് ചെയ്യാം, അതുപോലെ തന്നെ ആശയപരമായിട്ട് നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളെ നമുക്ക് സിലബസിൽ കാണാൻ പറ്റും. ഈ ഒരു പെർട്ടിക്കുലർ ആസ്പെക്ട് നമുക്ക് കുറച്ചുകൂടെ മനസ്സിലാവുന്ന എവിടെയാണ്? നമ്മളതിനെ വെസ്റ്റേൺ ലോജിക്കുമായിട്ട് അല്ലെങ്കിൽ അരിസ്റ്റോട്ടലിയൻ സിലബസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴാണ്. അപ്പോൾ ഈ ഒരു ന്യായ സിലബിസം വേഴ്സസ് അരിസ്റ്റോട്ടലിയൻ സിലബിസം ഇസ് എ വെരി ഇമ്പോർട്ടൻറ്റ് കോൺസെപ്റ്റ് ദറ്റ് വി ഡീൽ ഇൻ അവർ ക്ലാസ്സസ്. ഓക്കെ, LMS സെഷൻസിലും ക്ലാസ് റൂമിലൊക്കെ നമ്മളത് കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കുന്നതായിരിക്കും. അടുത്തത്, ഇൻ ന്യായ സിലബിസം ഓൾ ദ 3 ടേംസ് സ്റ്റാൻഡ് സിന്തസൈസ്ഡ് ഇൻ ദി ഉപനയ. അപ്പോൾ ഇവിടെ നമുക്ക് കിട്ടുന്ന ഒരു ഐഡിയ എന്താ? 3 ടേംസ് ആണ് ന്യായ സിലബസിലുള്ളത്. ആൻഡ് ഓൾസോ അതെല്ലാം ഉപനയിൽ ഒന്നിച്ച് പ്രസൻറ്റ് ആവുന്ന നമുക്ക് കാണാൻ സാധിക്കും. നിങ്ങൾ ഇവിടെ നോക്കിയതാണ് ഉപനയ, 4ാമത്തെ സ്റ്റെപ്പാണ് ഉപനയ. വേറെ നമ്മൾ എന്ത് ചെയ്യാണ്? ആ യൂണിവേഴ്സൽ സ്റ്റേറ്റ്മെൻറ്റിനെ ഈ പ്രസൻറ്റ് സിനാരിയോയിലേക്ക് അപ്ലൈ ചെയ്യുകയാണ്. അപ്പോൾ നിങ്ങൾ നോക്കിയേ, ഇവിടെ എന്തൊക്കെ ടേംസ് ഉണ്ട്? ഇമ്പോർട്ടൻ്റ് ആയിട്ട് സ്മോക്ക് ഉണ്ട്, ഫയർ ഉണ്ട്, ഹില്ലുണ്ട്, അല്ലേ? അതായത് നമ്മളുടെ ഈ ഒരു പെർട്ടിക്കുലർ സിലബസിലുള്ള 3 ടേംസും ഒരുമിച്ച് ഒരുപോലെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്ന ഒരു സ്റ്റെപ്പ് അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ പ്രൊപ്പോസിഷനാണ് ഉപനയ എന്ന് പറയുന്നത്. സോ ഇതിനകത്ത് നമുക്ക് ഈ 3 ടേംസും ഒന്നിച്ച് വരുന്നതായിട്ട് കാണാൻ പറ്റും. അതും ഇതിൻ്റെ ഒരു പെക്യുലാരിറ്റിയാണ്. ദെൻ ദ ന്യായ recognizes the fact that verbal form is not the essence of inference and is required only to convince others. അപ്പോൾ ഇവിടെ ബേസിക്കലി ഉദ്ദേശിക്കുന്നത് ന്യായ സിലബിസം അല്ലെങ്കിൽ ന്യായ സ്കൂൾ നമ്മൾ പൊതുവായി കൺസിഡർ ചെയ്യുന്ന സമയത്ത് ഈ ഒരു വെർബൽ ഫോം അല്ലെങ്കിൽ ഇവിടെ നമ്മളൊരു പക്ക ഒരു ഫോമാറ്റ് കണ്ടല്ലേ. പക്ഷേ ന്യായ സിലജിസം അല്ലെങ്കിൽ ജനറലി ന്യായ സ്കൂൾ ഓഫ് തോട്ട് എന്താ അവർ പറയുന്നത്? ഈ വെർബൽ ഫോം എന്ന് പറയുന്നത് അത് ഇറ്റ് ഈസ് സംതിങ് ദറ്റ് വി യൂസ് ടു കൺവിൻസ് അതേഴ്സ്. അതായത് നമ്മൾ ഈ കുറച്ചും കൂടി ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങൾ ഈ ടൈപ്സ് ഓഫ് അനുമാനം, ഈ ടൈപ്സ് ഓഫ് ഇൻഫറൻസ് ഇൻ ഇന്റർലോജിക്ക് പഠിക്കുമ്പോൾ അതിനകത്ത് ഇങ്ങനൊരു ഫോമൽ സ്ട്രക്ചറിൻ്റെ ആവശ്യമില്ലാത്ത തരത്തിലുള്ള അനുമാനവും ഉണ്ട്, ഇൻഫറൻസും ഉണ്ട്. അപ്പോൾ അങ്ങനെയും എന്താണ് ഇൻഫറൻസ് പോസിബിൾ ആണ്. അപ്പം ഈ ഒരു വെർബൽ ഫോം എന്ന് പറയുന്നത് ബേസിക്കലി എന്തിനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? ഇറ്റ് ഈസ് യൂസ് ടു കൺവിൻസ് അതേഴ്സ്. നമ്മൾ മറ്റൊരാളോട് പറയുമ്പോൾ അയാൾക്ക് ഇത് ലോജിക്കലി മനസ്സിലാവാനായിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, ഈ ഒരു ഫോം യൂസ് ചെയ്യുക എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഇസ് കറക്റ്റ്? ന്യായ സിലജിസം ഹാസ് 3 പ്രൊപ്പോസിഷൻസ്, ന്യായ സിലജിസം ഹാസ് 5 ടേംസ്, ന്യായ സിലജിസം ഹാസ് 5 പ്രൊപ്പോസിഷൻസ്, ന്യായ സിലജിസം ഹാസ് 3 പ്രൊപ്പോസിഷൻസ് ആൻഡ് 3 ടേംസ്. അപ്പോൾ ഏതായിരിക്കും ഇതിനകത്ത് റൈറ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്? 3 പ്രൊപ്പോസിഷൻസ് ആണോ? അല്ല. 5 പ്രൊപ്പോസിഷൻസ് ആണ്. 5 ടേംസ് ആണോ? അല്ല. 3 ടേംസ് ആണ്. ഇവിടെ ന്യായ സിലജിസം ഹാസ് 5 പ്രൊപ്പോസിഷൻസ്. അപ്പോൾ അത് കറക്റ്റ് ആണ് അല്ലേ? 5 പ്രൊപ്പോസിഷൻസ് എന്നാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അടുത്തത്, ന്യായ സിലജിസം ഹാസ് 3 പ്രൊപ്പോസിഷൻസ് ആൻഡ് 3 ടേംസ്. അങ്ങനെയാണോ? ന്യായ സിലജിസത്തിന് 3 ടേംസേ ഉള്ളൂ, പക്ഷേ 5 പ്രൊപ്പോസിഷൻസ് ഉണ്ട്. അപ്പോൾ ഇനി വരുന്നതിന് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ചോദിച്ചാൽ ഏത് നമുക്ക് എടുക്കാം? ദാറ്റ് ഇസ് ഓപ്ഷൻ 3 എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അടുത്ത ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ആർ കറക്റ്റ് ആസ് പെർ ക്ലാസിക്കൽ ഇന്ത്യൻ സ്കൂൾ ഓഫ് ലോജിക് ന്യായ? ന്യായ സിലജിസം ഹാസ് 3 പ്രൊപ്പോസിഷൻസ്. ശരിയാണോ? അല്ല അല്ലേ? അതിനകത്ത് 5 പ്രൊപ്പോസിഷൻസ് ഉണ്ട്. ന്യായ സിലജിസം ഹാസ് 5 പ്രൊപ്പോസിഷൻസ്. യാ, ദാറ്റ് ഇസ് ട്രൂ. അത് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ന്യായ സിലജിസം ഹാസ് 3 ടേംസ്, ന്യായ സിലജിസം ഹാസ് 5 ടേംസ്. ഇതിലേതാ കറക്റ്റ്? ന്യായ സിലജിസിനകത്ത് 3 ടേംസ് ആണുള്ളത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ റൈറ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റുകൾ ഏതൊക്കെയാണ്? ബിയും സിയും നമുക്ക് എടുക്കാം. ബി ആൻഡ് സി only is option 2, so the right answer is option 2. സോ ഇനി നമുക്ക് ഡിസംബർ 2023 ഇതിൽ നിന്ന് ചോദിച്ചിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ ആണ്. സോ ഇതിനകത്ത് ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് നിങ്ങൾ നോക്കിക്കേ, ന്യായ സിലജിസം ഹാസ് 3 പ്രൊപ്പോസിഷൻസ് ആൻഡ് 5 ടേംസ്. കറക്റ്റ് ആണോ ഇത് പറഞ്ഞിരിക്കുന്നത്? ന്യായ സിലജിസം ഹാസ്
3 prepositions and 5 terms. നമ്മൾ വളരെ കെയർഫുൾ ആയിട്ട് വേണം ക്വസ്റ്റ്യൻ വായിക്കാൻ. പെട്ടെന്ന് ക്വിക്കായിട്ട് വായിക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് ഈ നമ്പേഴ്സൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകാനുള്ള പോസിബിലിറ്റി ഉണ്ട്. സോ ബി കെയർഫുൾ വെൻ യു ആർ റീഡിങ് ദീസ് കൈൻഡ്സ് ഓഫ് ക്വസ്റ്റ്യൻസ്. കാരണം ഇതൊക്കെ ഈസി ആയിട്ട് നമ്മൾ പഠിക്കും. എന്നിട്ട് ക്വസ്റ്റ്യൻ വായിക്കുന്ന സമയത്ത് ചിലപ്പോൾ ശ്രദ്ധക്കുറവുകൊണ്ടായിരിക്കും നമുക്ക് തെറ്റിപ്പോവുക. ഇവിടുത്തെ പ്രോബ്ലം എന്താ? ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താ? ന്യായ സിലജിസ്റ്റിൽ 3 prepositionsഉം 5 termsഉം ഉണ്ടെന്നാ. അത് കറക്റ്റ് ആണോ? അല്ല അല്ലേ? ന്യായ സിലജിസ്റ്റിൽ 5 prepositionsഉം 3 termsഉം ആണുള്ളത്. അപ്പോൾ അത് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു പോയിട്ടുണ്ട്. അപ്പോൾ ആ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കൂ. അരിസ്റ്റോട്ടലിയൻ സിലജിസം ഹാസ് 3 prepositions and 3 terms. ആ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. അരിസ്റ്റോട്ടലിയൻ സിലജിസത്തിൽ 3 terms ആണ്, അതുപോലെ തന്നെ 3 prepositionsഉം ആണുള്ളത്. അപ്പോൾ ഇതിന്റെ റൈറ്റ് ആൻസർ സ്റ്റേറ്റ്മെന്റ് 1 is false but statement 2 is true എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ വരും, അരിസ്റ്റോട്ടലിയൻ സിലജിസത്തെ കുറിച്ച് നമ്മളിവിടെ ഡിസ്കസ് ചെയ്തില്ലല്ലോ എന്നുള്ളത്. സോ ഇതും ഒരു ഇമ്പോർട്ടൻറ്റ് ഏരിയയാണ്. നമ്മൾ ഈ ഒരു സെഷനിൽ ന്യായ സിലജിസം മാത്രമാണ് ഫോക്കസ് ചെയ്തത്. അതിൻ്റെ പല ആസ്പെക്ട്സും നമ്മൾ ഈ ഒരു സെഷനിൽ കവർ ചെയ്തു. സോ ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് നിങ്ങൾ പഠിക്കേണ്ട മറ്റൊരു കോൺസെപ്റ്റാണ് ന്യായ സിലജിസം വേഴ്സസ് അരിസ്റ്റോട്ടലിയൻ സിലജിസം, അല്ലെങ്കിൽ എങ്ങനെയാണ് ന്യായ സിലജിസം അരിസ്റ്റോട്ടലിയൻ സിലജിസത്തിൽ നിന്ന് ഡിഫറെൻ്റ് ആയിരിക്കുന്നത്. ആ രീതിയിലുള്ള ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് എക്സാമിൽ എക്സ്പെക്റ്റ് ചെയ്യാം. സോ ഇതിൻ്റെ റൈറ്റ് ആൻസർ ഓപ്ഷൻ 4 ആണെന്ന് നമ്മൾ പറഞ്ഞു. സോ ആ രീതിയിലുള്ള ഒരു കമ്പാരിസൺ, അല്ലെങ്കിൽ ന്യായ സിലജിസം വേഴ്സസ് അരിസ്റ്റോട്ടലിയൻ സിലജിസം, ആ ഒരു കമ്പാരിസൺ നമ്മുടെ കോഴ്സസിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. സോ നമുക്ക് പേപ്പർ 1 കോഴ്സസ് ആപ്പിൾ ബി അക്കാഡമിയുടേതായിട്ട് ഓൺലൈൻ ആസ് വെൽ as ക്ലാസ് റൂം ക്ലാസ്സസ് അവൈലബിൾ ആണ്. സോ ഇതുപോലെയുള്ള ഇമ്പോർട്ടൻറ്റ് ഏരിയാസ് ഞാൻ ഇപ്പോൾ പറഞ്ഞ വളരെ സ്പെസിഫിക് ആയിട്ട് ന്യായ സിലജിസത്തോട് നിങ്ങൾക്ക് കമ്പയർ ചെയ്ത് പഠിക്കേണ്ട ഏരിയാസ് ഒക്കെ നമ്മളുടെ കോഴ്സിൻ്റെ ഭാഗമായിട്ട് നമ്മൾ കവർ ചെയ്യുന്നതായിരിക്കും. സോ ഓൺലൈൻ ഓർ ഓഫ്ലൈൻ ക്ലാസ്സസിനെ കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ വിവരങ്ങളൊക്കെ അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. സോ ദാറ്റ്സ് ഇറ്റ് ഫോർ ദിസ് സെഷൻ. താങ്ക് യു ആൻഡ് ഹാപ്പി ലേണിംഗ്.